ഹേ അമീഗോസ്, കോയമ്പത്തൂരിലെ ഒരു ഫേമസ് സ്പോട്ടാണ് ലക്ഷ്മി മിൽസ് മോൾ. ഇന്ന് നമ്മുടെ യാത്ര ലക്ഷ്മി മിൽസിലേക്കാണ്. നമ്മൾ എത്തി ഗൈസ്. ആദ്യം തന്നെ ലൈറ്റ് പോണേക്കാളും മുന്നേ നല്ല അടിപൊളി ഫോട്ടോസ് എടുക്കണം. ഇവിടെ എല്ലായിടും നല്ല ബാക്ക്ഗ്രൗണ്ട് ആണ്. ഫോട്ടോ അങ്ങനെ സെറ്റ് ആയി ഗൈസ്. ഇനി നേരെ പോയി ഫുഡ് കഴിക്കാം. പോണ വഴിയിൽ ക്ലോത്തിങ് ബ്രാൻഡ്സ് ആയ സ്റ്റുഡിയോ വെസ്റ്റൈഡൊക്കെ കാണാം. പക്ഷെ ഇപ്പോൾ ക്ലോത്ത്സ് അല്ല, ഫുഡാണ് മുഖ്യം. അങ്ങനെ ലുലു എത്തി. നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സ്ഥലം എത്തി ഗൈസ്. ഇവിടുത്തെ എല്ലാ ബിൽഡിങ്ങിനും ഇങ്ങനത്തെ ഓൺലി ബ്രിക്ക് ഡിസൈൻ ആണ്. അങ്ങനെ നമുക്ക് ഉള്ളിൽ കയറാം ഗൈസ്. ഈ വലിയ ട്രോളി വേണ്ടി വരില്ല, കാരണം അതിനുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുന്നില്ലല്ലോ. ഈ ഒരു നിൽപ്പ് ഞാൻ എവിടെയോ സൂക്ഷിച്ച് നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല. ജസ്റ്റ് ഒരു രസം. ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച മാതിരി അല്ല. ബട്ടർ ചിക്കനും പൊറോട്ടയും കഴിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട, കുറച്ച് ഹെവി ആയിട്ട് തന്നെ ആയിക്കോട്ടെ ഗൈസ്. ഒരു ഫ്രൈഡ് ചിക്കൻ എടുത്തേക്കാം. പിന്നെ ഡിപ്പില്ലാണ്ട് എന്ത് ഫ്രൈഡ് ചിക്കൻ, മൈനസ് പോന്നോട്ടെ. കടി ഐറ്റംസ് ഒന്നും വേണ്ട കേട്ടോ, അത് കാരണം ആ ഭാഗത്തേക്ക് പോണില്ല. ഹേയ്, ഇത് എവിടെയായിരുന്നു? ഇതെന്റെ ഒരു ഫേവറേറ്റ് ആയിട്ടാണ് ഗൈസ്. പക്ഷെ ഒടുക്കത്തെ വിലയും വിശപ്പും തീരാത്തോണ്ട് ഞാൻ വാങ്ങിക്കാറില്ല. ഇനി പോകാൻ പോണ ഏരിയയാണ് ഗൈസ് ആക്ച്വലി സ്വർഗം. അതായത് എന്റെ ഏറ്റവും ഫേവറേറ്റ് സെക്ഷനായ സ്വീറ്റ്സിന്റെ സെക്ഷൻ. ഇവിടെ എത്തുമ്പോഴാണ് ഏറ്റവും വലിയ കൺഫ്യൂഷൻ. ഈ ചംചം എന്നെ വല്ലാണ്ട് അങ്ങോട്ട് ആകർഷിച്ചു. ഇപ്പുറത്താണെങ്കിൽ ഫുള്ള് ചോക്ലേറ്റ് ഐറ്റംസ് ആണ്. ചോക്ലേറ്റ് റോൾസും ഹാർട്സും പിന്നെ ലഡ്ഡു പോലെ ഐറ്റം. അടുത്ത സെക്ഷൻ നല്ല കളർഫുൾ ആണ് ഗൈസ്. മിൽക്ക് കേക്സിന്റെ ആണ്. ഒരുവിധം എല്ലാ ഫ്ലേവർ കൊണ്ട് തോന്നുന്നു. അത്ര വലിയ വിലയില്ല. പിന്നെ ഈ ഒരു ഐറ്റം ഡോണറ്റിൽ ഇഷ്ടം പോലെ വെറൈറ്റി ഉണ്ട്. ഇത് കാണാൻ സിമ്പിൾ ആണെങ്കിലും നല്ല പവർഫുൾ ആണ്. ഒരെണ്ണം കഴിച്ചാൽ തന്നെ 2 നേരത്തേക്ക് പിന്നെ വിശക്കില്ല. ഇവിടെ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും അഫോർഡബിൾ ആയ സ്വീറ്റ് ആണ് തോന്നുന്നത്. ഇത് 30 രൂപയുള്ള അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. ഈ ഒരു റഷ്യൻ ഹണി കേക്ക് നിങ്ങളൊരു സ്വീറ്റ് ലവർ ആണെങ്കിൽ ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യും ഗൈസ്. ഇത് അത്രയ്ക്ക് അടിപൊളി ഐറ്റം ആണ്. അപ്പുറത്ത് വലിയ വലിയ ടിപ്സ്, അത് പിന്നെ നോക്കണ്ട. നിന്നെ ഞാൻ അടുത്ത വരവിലേക്ക് നോട്ടട്ടേച്ചുണ്ട്. താനും അച്ചാറും അങ്ങോട്ട് സിങ്ക് ആവണില്ലല്ലോ. 2000 years later. അങ്ങനെ നമ്മളെല്ലാം ബില്ല് ചെയ്ത് ഫുഡ് കോർട്ടിൽ എത്തിയിരിക്കുന്നു ഗൈസ്. വളരെ ലൈറ്റ് ആയിട്ട് 2 ഫ്രൈഡ് ചിക്കൻ, അതിന് ടൊമാറ്റോ കെച്ചപ്പ്, ഗുലാബ് ജാമുൻ, പേട, മയണൈസ്, ഡോണറ്റ്, കുബൂസ്, പിന്നെ ഒരു കുനാഫയും. വളരെ ലൈറ്റ് ആയിട്ട്. കുനാഫ ഞാൻ വല്ലാണ്ട് ഓവർ എക്സ്പെക്ട് ചെയ്ത കാരണമാണെന്ന് അറിയില്ല. എനിക്ക് വളരെ നോർമൽ ടേസ്റ്റ് ആയിട്ട് തോന്നി. ഇതാണോ അതിന്റെ ഒറിജിനൽ ടേസ്റ്റ് എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇനി മഞ്ഞപ്പേട. നോർമൽ പേടയുടെ ടേസ്റ്റ് ഡിഫറൻസ് ഒന്നുമില്ല. ഞാൻ വിചാരിച്ചു ഫില്ലിംഗ് ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവുന്നു, പക്ഷെ സെയിം സാധനം. ഇത് ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങിയപ്പോൾ സന്ധ്യയായി. ഇവിടെ വെച്ചിട്ടൊരു ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോൾ ഇവിടെ ആണെങ്കിൽ കൊടുക്കാതെ തിരക്ക്. ഇവർക്ക് ഒന്ന് വീട്ടിൽ പോകൂടെ? അങ്ങനെ നല്ലൊരു സൺസെറ്റ് എൻജോയ് ചെയ്തിരിക്കുന്ന ടൈമിലാണ് എന്റെ ഫ്രണ്ട് എന്നെ പിടിച്ച് വലിച്ച് മിനുസോക്കി കൊണ്ടുപോയത്. എന്തത് പാടത്ത് കോലയിട്ട് നിൽക്കാൻ പോണോ? ഇത് ഗ്ലാസ് വാങ്ങിയപ്പോ ഇതിനോടൊപ്പം ഫ്രീ കിട്ടിയതാ. 13 രൂപയായി, കാശ് നോക്കില്ല. ഇവിടെ പെട്ടെന്ന് എന്റെ കണ്ണുപോയത് ഈ ഒരു ഐറ്റത്തേക്കാണ്. ഇവിടെ നമുക്ക് പറ്റിയത് ഇതൊക്കെയുള്ളൂ. പക്ഷെ അതിന്റെ വില കണ്ടപ്പോൾ ഞാൻ ഞെട്ടി. അങ്ങനെ ഇപ്പോ രാത്രി ആയിരിക്കുന്നു ഗൈസ്. ഈ ഒരു ഐറ്റം ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ? കുറച്ച് നേരത്തെ കാണാമായിരുന്നെങ്കിൽ ഇവിടുന്ന് ഒരു ഫോട്ടോ എടുക്കായിരുന്നു. മിസ്സായി. അങ്ങനെ ഇന്നത്തെ ഓഫും കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. എല്ലാവരും കാപ്പി കുടിക്കാനായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഈ സാധനം കണ്ടപ്പോൾ ആ പൂതി അങ്ങ് തീർന്നു. അപ്പോൾ സ്റ്റാർബക്സ് അമ്മച്ചിയോടും ബൈ പറഞ്ഞ് അഡിയോസ് അമിഗോസ്.